ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. നമ്മളിന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെം BCom BBA കുട്ടികളുടെ ഗദ്യ ഗഗൻ എന്ന ടെക്സ്റ്റിലെ സ്ത്രീ ജോ ഏക് ത്വചാ ഹൈ ആ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആസ് യൂഷ്വൽ യു ഫസ്റ്റ് റീഡ് ദ ചാപ്റ്റർ, ഗോ ടു ദ വീഡിയോ അപ്ലോഡഡ് ഇൻ ദ ചാനൽ ആൻഡ് യു കം ബാക്ക് ടു ദിസ് സെഷൻ. എന്നാലേ അത് ഫ്രൂട്ട്ഫുൾ ആവുള്ളൂ. ആ ഒരു പ്രോസസ്സ് കീപ്പ് ചെയ്താൽ, ആ ഒരു പ്രോസസ്സിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ഷുവറായിട്ട് ഹിന്ദിക്ക് നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ, 10 മാർക്ക് ക്വസ്റ്റ്യൻ. സ്ത്രീ ജോ ഏക് ത്വചാ ഹൈ മേ നിഹിത് വ്യംഗ്യ സംജായിയെ. ഈ ഒരു ഹോൾ എസ്സേ വ്യംഗ്യാത്മക എസ്സേ ആണ്. വ്യംഗ്യം എന്ന് വെച്ചാൽ സെറ്റയർ, കളിയാക്കൽ. സമൂഹത്തിൽ നടക്കുന്ന ഒരു കൊള്ളരുതായ്മ, ഒരു മാറ്റേണ്ട ഒരു തിന്മ, അതിനെപ്പറ്റി കളിയാക്കി പറയുന്നതിനെയാണ് നമ്മൾ വ്യംഗ്യാത്മക് എന്ന് പറയുന്നത്. समसामयिक विषयों पर तीखे व्यंग्य कसने वाले प्रखर आलोचक सुधीश पचौरी जी की रचना स्त्री जो एक त्वचा है हमें स्त्री को त्वचा से आगे बढ़कर देखने की പ്രേരണ देती है. സ്ത്രീ വെറും ഒരു തൊലിപ്പുറത്തുള്ള സൗന്ദര്യം മാത്രമല്ല, അതിലപ്പുറം സ്ത്രീയെ നോക്കാനുള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ ആലോചക് എന്ന് വെച്ചാൽ ക്രിട്ടിക്. ഇപ്പോൾ ഹിന്ദി സാഹിത്യ ജഗത്തിലുള്ള ഏറ്റവും നല്ല ഒരു ക്രിട്ടിക്കാണ് സുധീഷ് പച്ചോരിജി. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്ത വ്യക്തിയാണ്. വളരെ ശക്തമായിട്ട് ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കേരളത്തിൽ പലപ്പോഴും നമ്മുടെ കോളേജുകളിൽ വന്നിട്ടുണ്ട്. എൻ്റെ ഈ ചാനലിൽ തന്നെ അദ്ദേഹമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അതും കാണുക. ആജ്കൽ मीडिया जगत और विज्ञापन जगत ने मिलकर एक नया देहवादी विमर्श जो खड़ा कर दिया है उस और लेखक हमारा ध्यान आकर्षित करते हैं. ഈയിടെയായിട്ട് നമ്മുടെ മീഡിയയും നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് ലോകവും, ഈ രണ്ട് ലോകം വളരെ സശക്തമാണ്. മീഡിയ ആൻഡ് വിജ്ഞാപൻ ഈസ് നത്തിങ് എൽസ് ബട്ട് അഡ്വർടൈസ്മെൻറ്റ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, മീഡിയ ജഗത്തും വിജ്ഞാപൻ ജഗത്തും ने मिलकर एक नया ദേഹവാദി വിമർശ് ഖടാ കർ ദിയാ ഹൈ. ഒരു ശരീര സൗന്ദര്യത്തിന് ഒരു പുതിയ മാനം കണ്ടെത്തിയിരിക്കുകയാണ് ഇവർ രണ്ടുപേരും, മീഡിയയും അഡ്വർടൈസ്മെൻറ്റും. और उस और लेखक हमारा ध्यान आकर्षित करते हैं. उनका मानना है कि इस नए सौंदर्य शास्त्र का आधार बस त्वचा है. ഈ ഒരു പുതിയ സൗന്ദര്യശാസ്ത്രം വെറും സ്കിൻ, തൊലിപ്പുറത്തുള്ള സൗന്ദര്യത്തിനെ മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതിൽ മാത്രം ഊന്നി നിൽക്കുന്നതാണ്. समूचा प्रसाधन तंत्र एकमात्र खाल तंत्र में तब्दील हो गया है. तब्दील होना मीन्स टू चेंज. ഈ ഹോൾ സൗന്ദര്യശാസ്ത്രം, ഇപ്പോൾ പണ്ട് തിളക്കമുള്ള കണ്ണുകൾ, അല്ലെങ്കിൽ നല്ല മുടിയഴക്, ശരീരവെടിവ്, അങ്ങനെ പിന്നെ സ്വഭാവ സൗന്ദര്യം, ഇതിനെല്ലാം പണ്ട് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു പഴയ സൗന്ദര്യശാസ്ത്രത്തിന്. നഖശിഖ വർണ്ണനായിരുന്നു. താഴത്തെ നഖം തൊട്ട് ശിരസ് വരെയുള്ള ഓരോ അവയവങ്ങൾക്കും സൗന്ദര്യത്തിന് അതിൻ്റേതായ മാനങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എല്ലാം ഒരു വെളുത്ത ഒരു തൊലിപ്പുറം ഉണ്ടെങ്കിൽ എല്ലാം ആയി എന്നുള്ളൊരു രീതിയാണ്. समूचा प्रसाधन तंत्र एकमात्र खाल तंत्र में तब्दील हो गया है. खाल मीन्स തൊലി, त्वचा തന്നെ. नए सौंदर्य शास्त्र ने देह के सौंदर्य को ही एकमात्र सौंदर्य सिद्ध किया है. देह के सौंदर्य, ശരീരത്തിൻ്റെ സൗന്ദര്യം, രൂപ സൗന്ദര്യം മാത്രം, അതിനെ മാത്രം ഊന്നി നിൽക്കുന്ന. സ്ത്രീ ദേഹസേ ഭി ആകെ കുച്ച് ഹൈ യഹ് ഹമേ നഹീ ഭൂൽനാ ചാഹിയേ. സ്ത്രീ എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിനപ്പുറവും അതിനൊരു മനസ്സുണ്ട്, അതിനൊരു ഇച്ഛാശക്തിയുണ്ട്, ബുദ്ധിശക്തിയുണ്ട്. അതിനെ ആ രീതിയിൽ നമ്മൾ കാണേണ്ടതാണ് എന്ന് പലപ്പോഴും സ്ത്രീ പോലും മറന്നു പോകുന്നു. സമൂഹം മറക്കുന്നു, അത് പോട്ടെ, സ്ത്രീ പോലും അത് മറന്നു പോകുന്നു. അപ്പം അങ്ങനത്തെ ഒരു തിന്മ, അങ്ങനെ ഒരു സമൂഹം എവിടെ ചെന്ന് അവസാനിക്കുന്നു? അധപതനമാണ് സമൂഹത്തിൻ്റെ. അതിനെ ബേസ് ചെയ്താണ്, അതിനെ ചൂണ്ടിക്കാട്ടുകയാണ് സുധീഷ് പച്ചോരി. आखिर स्त्री पर ही यह तनाव क्यों कि उसका चेहरा सुंदर होना चाहिए, त्वचा कोमल होना चाहिए, रंग तो गोरा होना ही चाहिए. അപ്പം മനുഷ്യരിൽ സ്ത്രീക്ക് മാത്രം ഈ ടെൻഷൻ എന്തിന്? സ്ത്രീ സുന്ദരിയായിരിക്കണം, അവിടെ ഫേസ് വളരെ അട്രാക്റ്റീവും ഫ്രഷും ആയിരിക്കണം, ശിശുക്കളെ പോലെ സ്ത്രീയുടെ സ്കിന്നായിരിക്കണം. രംഗ് തോ ഗോറാ ഹോനാ ഹി ചാഹിയേ, കളറാണെങ്കിൽ ഫെയർ സ്കിൻ തന്നെ വേണം. അത് സ്ത്രീയുടെ മുകളിൽ എക് തനാവ്, ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഈ വിവാഹപ്രായമായിരിക്കുന്ന പെൺകുട്ടികൾക്ക് ഇത് വലിയൊരു ഇഷ്യൂ ആണ്.
ഇപ്പോൾ പയ്യൻ എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല, സ്ത്രീ വെളുത്തിരിക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ വിവാഹ മാർക്കറ്റിൽ ഇത് വലിയൊരു മാനദണ്ഡമാണ്. എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും എത്ര നല്ല സ്വഭാവ ഗുണം ഉണ്ടെങ്കിലും അതൊന്നും ആരും നോക്കാറില്ല. सुधीश पचौरी जी मानते हैं कि प्रसाधन सामग्री और विज्ञापनों ने मिलकर समाज में स्त्री सौंदर्य का एक नया मानक स्थापित कर दिया है. മാനക് മീൻസ് ഒരു പുതിയ സ്റ്റാൻഡേർഡ്, ഒരു മാനദണ്ഡം. എന്തൊക്കെയാണ്? പ്രസാധൻ സാമഗ്രി, ഈ ബ്യൂട്ടി പ്രോഡക്ട്സ്, അവരുടെ ഒരു മാർക്കറ്റും, വിജ്ഞാപനോനെ മിൽക്ക്, അവരെ വിൽക്കുന്ന അഡ്വർടൈസ്മെൻറ്റും, ഇത് രണ്ടും കൂടി ചേർന്ന് സമാജ് മേ സ്ത്രീ സൗന്ദര്യ കാ एक नया മാനക് സ്ഥാപിത് കർ ദിയാ ഹെ. സ്ത്രീ എന്നാൽ ഇങ്ങനെ ആയിരിക്കണം എന്ന് ഈ ബ്യൂട്ടി പ്രോഡക്ട്സും ഈ അഡ്വർടൈസ്മെൻറ്റ് ലോകവും അങ്ങ് തീരുമാനിച്ചിരിക്കുകയാണ്. फिल्मों में, सीरियलों में, विज्ञापनों में स्त्री का यही मानक रूप दिखाई देता है. പിന്നെ നമ്മൾ ഫിലിം, ഏറ്റവും കൂടുതൽ മാസ് മീഡിയ, എല്ലാവരും കാണുന്ന ഒരു കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു മീഡിയമാണ് ഫിലിമും സീരിയലും ഒക്കെ, അഡ്വർടൈസ്മെൻറ്റ്സും. ഇതിലെല്ലാം സ്ത്രീ കാ യഹി മാനക് റൂപ് ദിഖായി ദേത്താ ഹെ. ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് ലോകം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്ത്രീയുടെ ആ ഒരു സ്റ്റാൻഡേർഡ് രൂപമാണ് ഫിലിമിലും സീരിയലിലും അഡ്വർടൈസ്മെൻറ്റിലും. എന്നുവെച്ചാൽ കൂടുതൽ ജനങ്ങൾ കാണുന്ന മീഡിയ, അതിനെല്ലാം തിളങ്ങി നിൽക്കുന്നത് ഈ സ്ത്രീയാണ്. अब इस स्त्री छवि को देख देख कर हमारे मन में भी एक ऐसी स्त्री का रूप खिल उठता है जो काफ़ी सुंदर हो, जिसकी त्वचा तरोताज़ा और कोमल हो, जिसका रंग एकदम गोरा हो. ഈ അഡ്വർടൈസ്മെൻറ്റ്സും ഈ ഫിലിമും ഈ സീരിയലും ഒക്കെ നിരന്തരം കണ്ട് നമ്മുടെ മനസ്സിലും ഒരു ബ്യൂട്ടിഫുൾ സ്ത്രീ വന്ന് നിൽക്കുകയാണ്. സ്ത്രീ എന്ന് വെച്ചാൽ അതിൻ്റെ ഫിഗർ ഇങ്ങനെ ആയിരിക്കണം, നിറം ഇങ്ങനെ ആയിരിക്കണം, സ്കിൻ ഫ്രഷ് ആയിരിക്കണം. जिन स्त्रियों को हम अपने परिवार में, पड़ोस में, समाज में देखते हैं, वो सब क्या इस मानक में सही फिट होते हैं? ഇനിയും വെർച്വൽ വേൾഡിൽ നിന്ന് റിയാലിറ്റിയിലേക്ക് വരാം. നമ്മൾ നമ്മുടെ കുടുംബങ്ങളിൽ കാണുന്ന സ്ത്രീകൾ, നമ്മുടെ അമ്മ, നമ്മുടെ പെങ്ങൾ, നമ്മുടെ അമ്മൂമ്മ, പടോസ്മേ കാണുന്ന അയൽക്കാർ, സമാജ്മേ വെളിയിലോട്ട് ഇറങ്ങിയാൽ, ഒരു സമൂഹത്തിൽ ഇറങ്ങിയാൽ കാണുന്ന സ്ത്രീകളെല്ലാം ഈ അഡ്വർടൈസ്മെൻറ്റിൽ കാണുന്ന സ്ത്രീകളെ പോലെയാണോ? അല്ല, टोटली डिफरेंट ആണ്. അവരൊക്കെ പച്ചയായ മനുഷ്യരാണ്. अपन तो लेखक इसी और इशारा करते हैं कि मीडिया जगत और विज्ञापन जगत ने बेकार में स्त्री की छवि को इतना ग्लैमरस कर दिया है कि हर स्त्री उस मानक तक पहुंचने के लिए व्याकुल सी हो जाती है. അതാണ് സുധീഷ് പച്ചോരി ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് ലോകവും മീഡിയ ലോകവും സ്ത്രീനെ വെറുതെ അങ്ങ് ഓവർ ഗ്ലാമറസ് ആക്കിയിട്ട്, ചുരുക്കം പറഞ്ഞാൽ ഹർ സ്ത്രീ उस मानक तक पहुँचने के लिए व्याकुल सी हो जाती है. ഓരോ സ്ത്രീയും ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാനുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ്. ഫൽസ്വരൂപ് വേ പ്രസാധൻ സാമഗ്രിയോക്കെ പീछे ഭാഗ്തേ ഹെ. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ബ്യൂട്ടി പ്രോഡക്ട്സ് വാങ്ങിച്ചു കൂട്ടണം. कोई फेयरनेस क्रीम के पीछे तो कोई बॉडी लोशन के पीछे. ഫെയർനെസ് ക്രീം വാരിക്കൂട്ടുകയാണ്, ബോഡി ലോഷൻ വാരിക്കൂട്ടുക. കാരണം അവൾക്ക് ഇച്ഛാശക്തി, അവൾക്ക് അവിടെ വ്യക്തിത്വം ഈ ഒരു സൗന്ദര്യത്തിൽ മാത്രം അവൾ ഒതുക്കാൻ ശ്രമിക്കുന്നു. കൈ ബാലോं को रंगने के लिए ब्यूटी पार्लरों की चक्कर लगाते हैं. नया बाजार तंत्र यही तो चाहता है. അപ്പോൾ ആദ്യം അഡ്വർടൈസ്മെൻറ്റിൽ കുറേ ബ്യൂട്ടിഫുൾ പെൺകുട്ടികളെ എഡിറ്റ് ചെയ്ത് ഒരു പിമ്പിളും ഇല്ലാതെ വലിയ വലിയ 10-30 വയസ്സുള്ള സ്ത്രീകളുടെ, 10-25 വയസ്സുള്ള പെൺകുട്ടികളുടെ എല്ലാം സ്കിന്നാണെങ്കിൽ ശിശുക്കളെ പോലെ വളരെ ഫ്ലോലെസ് സ്കിന്നാണ് കാണിക്കുന്നത് പരസ്യത്തിൽ. എല്ലാം എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഫോട്ടോഷോപ്പാണ്. പക്ഷേ ഇത് കണ്ട് നിൽക്കുന്ന, ഇത് കാണുന്ന നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾ അതുപോലെ ആകാൻ വേണ്ടി, ആ ഒരു മാനക്, ആ ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യാൻ വേണ്ടി കാണുന്ന ബ്യൂട്ടി പ്രോഡക്ട്സ് എല്ലാം വാങ്ങിച്ചു കൂട്ടും. ഇസ് പ്രകാർ ഹം ഏക് നയേ സൗന്ദര്യവാദ് കെ ശിക്കാർ ഹോ ചുക്കേ ഹെ. അതാണ് ഓതർ പറയുന്നത്. നമ്മളൊരു പുതിയ സൗന്ദര്യവാദ് കാ ശിക്കാർ ഹോ ചുക്കേ ഹെ. നമ്മൾ അതിൻ്റെ ഇരകളാണ്. നമ്മൾ അങ്ങനത്തെ ഒരു പുതിയ സൗന്ദര്യശാസ്ത്രത്തിൻ്റെ ഇരകളാണ്. സുധീഷ് പച്ചോരി സ്ത്രീ കോ മാത്ര സൗന്ദര്യ കെ ധരാതൽ पर ही नहीं, ചിന്തൻ और വിചാർ के धरातल पर भी देखना चाहते हैं. വെറും ഒരു ബ്യൂട്ടിയുടെ പുറകെ പോകാതെ സ്ത്രീ ചിന്തൻ ഓർ വിചാർ, ചിന്തിക്കുന്ന ഒരു സ്ത്രീ, ഇച്ഛാശക്തിയുള്ള, ചിന്തിക്കുന്ന ഇച്ഛാശക്തിയുള്ള ഒരു വ്യക്തിത്വമുള്ള സ്ത്രീ, അങ്ങനെ കാണാനാണ് സുധീഷ് പച്ചോരി സമൂഹത്തിലെ സ്ത്രീകളെ കാണാനാണ് അങ്ങനെ സമൂഹത്തിലെ സ്ത്രീകളെ കാണാനാണ് സുധീഷ് പച്ചോരിജി ആഗ്രഹിക്കുന്നത്. സ്ത്രീ മാത്ര റൂപ് की रानी नहीं, विचार विमर्श करने वाली, भाव सौंदर्य पर जोर देने वाली होनी चाहिए, जो कि समाज में हो रही सामाजिक राजनीतिक समस्याओं से
अवगत हो. സൊസൈറ്റിയിൽ നടക്കുന്ന പൊളിറ്റിക്കൽ, സോഷ്യോ പൊളിറ്റിക്കൽ, എക്കോണമിക് ഇഷ്യൂസ് അറിയുന്ന, അതിനോട് പ്രതികരിക്കുന്ന ഒരു ചിന്താശക്തിയുള്ള ഒരു സ്ത്രീയാണ് സുധീഷ് പച്ചോരി പ്രതീക്ഷിക്കുന്നത് സമൂഹത്തിൽ നിന്ന്. ജോ ബനാവട്ടി സൗന്ദര്യക്ക് പീछे ന ഭാഗ്, ഈ ആർട്ടിഫിഷ്യൽ സൗന്ദര്യത്തിൻ്റെ പുറകെ പോകാതെ ഈ ചിന്താശക്തിയും ചിന്തൻ ഓർ വിചാർ पर ध्यान देने वाली स्त्री, അതാണ് സുധീഷ് പച്ചോരി ആഗ്രഹിക്കുന്നത്. संक्षेप में कह सकते हैं कि प्रस्तुत व्यंग्यलेख स्त्री जो एक त्वचा है जनता के सौंदर्य बोध में आए बदलाव पर प्रहार करती है और यह आह्वान करती है कि रूप सौंदर्य से ज़्यादा भाव सौंदर्य पर जोर दें. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു വ്യംഗ്യലേഖ് സ്ത്രീ ജോ ഏക് ത്വച ഹെ, ആ ടൈറ്റിൽ തന്നെ വളരെ കാച്ചിങ് ആണ്. സ്ത്രീ വെറും ഒരു തൊലിയായി മാറുന്നു, വെറും ഒരു സ്കിന്നായി മാറുന്നു. അപ്പോൾ അത് കൊള്ളേണ്ട അടുത്ത് കൊള്ളും. സ്ത്രീകൾ തന്നെ ചിന്തിക്കും, സ്ത്രീകൾ വെറും ഒരു ത്വച്ചയാണോ, വെറും ഒരു ബ്യൂട്ടി, വെറും ഒരു തൊലിപ്പുറത്തുള്ള സൗന്ദര്യം മാത്രമാണോ സ്ത്രീക്ക് വേണ്ടത്, അതോ ഭാവസൗന്ദര്യവും വേണോ? അങ്ങനെ സ്ത്രീകളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ, പ്രേരിപ്പിക്കാൻ ഉള്ള ഒരു നിബന്ധമാണ് ഈ വ്യംഗ്യരചന സ്ത്രീ ജോ ഏക് ത്വച ഹെ. ഈ സുധീഷ് പച്ചോരിൻ്റെ ഓതറിൻ്റെ പേഴ്സണൽ ലൈഫിലും അദ്ദേഹം വളരെ സ്ത്രീകൾക്ക് സ്പേസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു ഫേമസ് ഹിന്ദി റൈറ്ററാണ്, ഷമ ശർമ്മ എന്ന് പറയും. അപ്പോൾ അവരവരുടെ ഓട്ടോബയോഗ്രഫിക്കൽ ഇതിലൊക്കെ പറയുന്നുണ്ട്, ഇദ്ദേഹം അവർക്കൊരു സ്പേസ്, മെൻ്റൽ സ്പേസ് കൊടുക്കും എഴുതാൻ. അവർ എഴുതിക്കൊണ്ടിരിക്കുമ്പം ഇദ്ദേഹം ഈക്വലി ഒരു പാർട്ട്ണർ എന്ന നിലയ്ക്ക് എല്ലാ ഹൗസ് ഹോൾഡ് ജോബും ചെയ്യും പോലും. അപ്പോൾ സ്ത്രീക്ക് ചിന്തിക്കാനുള്ള ഒരു സ്പേസ് കൊടുക്കുന്നൊരു വ്യക്തിയാണ് പേഴ്സണൽ ലൈഫിൽ, ആസ് വെൽ ആസ് ഹീസ് എക്സ്പെക്റ്റിംഗ് ഫ്രം ദ സൊസൈറ്റി. സ്ത്രീ വെറും ഒരു ബ്യൂട്ടി പ്രോഡക്റ്റ് മാത്രമായി റെഡ്യൂസ് ആകരുത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. സോ മൂവിങ് ഓൺ ടു ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ, ദറ്റ് इज 5 मार्क्स क्वेश्चन. स्त्री जो एक त्वचा है निबंध का उद्देश्य स्पष्ट कीजिए. लेखक सुधीश पचौरी जी ने समाज में पनप रही बाजार तंत्र और प्रसाधन तंत्र से हमें अवगत कराने का प्रयास किया है इस निबंध के द्वारा. समाज में पनप रही, पनपना എന്ന് വെച്ചാൽ അങ്ങ് സ്പ്രെഡ് ആകുക. എന്ത്? ബസാർ തന്ത്ര ഓർ പ്രസാധൻ തന്ത്ര, ഇതെല്ലാം ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഒരു ടെക്നീക്കാണ്. പ്രസാധൻ തന്ത്ര ബ്യൂട്ടി പ്രോഡക്ട്സിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ടെക്നീക്കാണ് സ്ത്രീയെ ഇങ്ങനെ വിഡ്ഢിയാക്കി വെക്കുക എന്നുള്ളത്. സ്ത്രീയെ ഇങ്ങനെ ബോധിപ്പിക്കുക, നിൻ്റെ സൗന്ദര്യമാണെല്ലാം. അപ്പോൾ ഈ ബ്യൂട്ടി പ്രോഡക്ട്സ് എല്ലാം സ്ത്രീകൾ വാങ്ങിച്ച് കൂട്ടും. വേ ചാഹത്തെ ഹൈ कि हम इस नए रूप सौंदर्यवाद के प्रभावों से बचें. जितना हम रूप और ग्लैमर के पीछे भागते हैं उससे ज़्यादा विचार और चिंतन पर ध्यान रखें. जितना हम रूप और ग्लैमर, സൗന്ദര്യം, ഗ്ലാമർ, ഇതിൻ്റെ പുറകെ നമ്മൾ എത്ര ഓടുന്നോ അതിനേക്കാൾ കൂടുതൽ ഹം വിചാർ और चिंतन पर ध्यान दें. हम यह समझें कि मात्र रूप सौंदर्य ही सब कुछ नहीं है, भाव सौंदर्य भी उतना ही महत्वपूर्ण है. और स्त्री मात्र एक वस्तु न बनी रहे जिसे विज्ञापन वाले अपनी इच्छा के अनुसार नचाते रहें. നച്ചാന എന്ന് വെച്ചാൽ തൻ്റെ ഇഷ്ടത്തിന് കുരങ്ങ് കളിപ്പിക്കുക. അപ്പോൾ ഈ സ്ത്രീയെ വെറും ഒരു പ്രോഡക്റ്റായിട്ട് ഈ അഡ്വർടൈസ്മെൻറ്റ് ലോകം അങ്ങനെ നിൽക്കാൻ പറഞ്ഞ, അങ്ങനെ വേണ്ടതും വേണ്ടാത്ത എല്ലാ അഡ്വർടൈസ്മെൻറ്റിനും, ടയറിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്, പെയിൻറ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്, എല്ലാത്തിലും സ്ത്രീകളെ ഉപയോഗിക്കുന്ന ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് ലോകത്തിൻ്റെ ഈ ഒരു ഇതിൽ നിന്ന് സ്ത്രീ മുക്തയാവണം. एक सौंदर्य वस्तु के रूप में मात्र उसका उपयोग किया जाना पूरे समाज के लिए शर्मनाक है. शर्मനാക്ക് എന്ന് വെച്ചാൽ നാണക്കെട്ട പരിപാടിയാണ്. സമൂഹത്തിന് തന്നെ നാണക്കേടാണ് ഈ സ്ത്രീ വെറും ഒരു ബ്യൂട്ടി പ്രോഡക്റ്റായിട്ട് റെഡ്യൂസ് ആവുന്നത്. स्त्री को चाहिए कि वह अपने रूप और सौंदर्य से आगे भी सोचें. यह सच है कि विज्ञापन नए बाजार तंत्र का एक अनिवार्य अंग है. അപ്പോൾ ലേഖക് പറയുന്നത് ഈ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ പുതിയ ഒരു മാർക്കറ്റിംഗ് ടെക്നീക്കിൻ്റെ ഒരു അനിവാര്യ അംഗമാണ്, അതിനെ ഒഴിവാക്കാൻ പറ്റില്ല, ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് അഡ്വർടൈസ്മെൻറ്റ്. ലേക്കിൻ ഇസ്കാ മത്ലബ് യഹ് ബിൽക്കുൽ നഹി कि वहाँ स्त्री केवल त्वचा मात्र बनकर रह जाए. പക്ഷേ അതിൻ്റെ അർത്ഥം സ്ത്രീ എല്ലാ അഡ്വർടൈസ്മെൻറ്റിലും വെറും ഒരു തൊലിപ്പുറത്തിലെ സൗന്ദര്യം മാത്രമായി മാറരുത്. ജനതാമേ സഹി ഓർ ഗലത് കോ പഹചാനനെ കി ക്ഷമത ഹോനി ചാഹിയെ. നല്ലതേത്, ചീത്തയേത്, തെറ്റേത്, ശരിയേത് എന്നറിയാനുള്ള ഒരു ബുദ്ധി, എന്നറിയാനുള്ളൊരു വിവേകം ജനങ്ങൾക്ക് വേണം. അതാണ് ഈ സ്ത്രീ ജോ ഏക് त्वचा है निबंध का उद्देश्य. सौंदर्य की
नेक्स्ट क्वेश्चन, सौंदर्य की वस्तु के रूप में स्त्री का इस्तेमाल किए जाने की ओर लेखक कैसे व्यंग्य करते हैं? स्त्री का इस्तेमाल विज्ञापन जगत अपना माल बेचने के लिए बड़ी मात्रा में करता है। स्त्रियों को संबोधित करने वाली सभी फैशन पत्रिकाएं स्त्री मॉडलों के विज्ञापनों से भरी रहती हैं। इन विज्ञापनों ने हमारे समाज में स्त्री सौंदर्य का एक नया मानक स्थापित कर दिया है। सभी विज्ञापनों एवं मीडिया में गोरे रंग की തരോതാജ दिखने वाली स्त्री की छवि ही नजर आती है। എല്ലാ അഡ്വർടൈസ്മെന്റിലും വെളുത്ത് ഭംഗിയുള്ള സ്ത്രീകൾ, എല്ലാ ഫാഷൻ മാഗസിനിലും സ്ത്രീ മോഡലുകളുടെ അഡ്വർടൈസ്മെന്റ്। यहाँ तक कि स्त्री को मानवीय अधिकार एवं सम्मान देने के बजाय उसे मात्र एक ആകർഷക വസ്തു मान लिया जाता है। സ്ത്രീക്കൊരു ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ ഒരു വില കൊടുക്കുന്നതിന് പകരം അവളെ വെറും ഒരു ആകർഷക വസ്തുവായിട്ട്, ഒരു അട്രാക്റ്റീവ് ഒരു ബ്യൂട്ടി പീസായിട്ട്, നമ്മൾ ഷോക്കേസിൽ വെക്കുന്ന ബ്യൂട്ടി പീസുകളില്ലേ, അതുപോലെ കാണുന്നു। इसीलिए स्त्री का सौंदर्य के वस्तु के रूप में इस्तेमाल की जाने की ओर लेखक व्यंग्य करते हैं। सो मूविंग ऑन टू वेरी शॉर्ट आंसर टाइप क्वेश्चन, दैट इज 3 मार्क्स क्वेश्चन। हर विज्ञापन में, यहाँ तक कि टायर या पेंट के विज्ञापन में स्त्री बैठा दी गई है। ये पंक्तियाँ किस रचना से उद्धृत हैं? इसके रचनाकार कौन हैं? प्रस्तुत पंक्तियाँ स्त्री जो एक त्वचा है नामक व्यंग्य रचना से उद्धृत है। रचनाकार हैं हिंदी के प्रखर आलोचक सुधीश पचौरी जी। स्त्री को त्वचा क्यों कहा गया है? नए सौंदर्य शास्त्र ने स्त्री को सिर्फ अपने त्वचा के बारे में चिंतित होने के लिए प्रेरित किया है। विज्ञापन जगत का पूरा ध्यान स्त्री के त्वचा पर ही है। मीडिया और नया बाजार तंत्र इस सोच को मजबूर करती है कि स्त्री के सौंदर्य का एकमात्र आधार उसकी त्वचा ही है, इसलिए स्त्री को त्वचा कहा गया है। ओके, so it's time to wind up. Best of luck for your exams. I will be uploading the rest of the chapters very soon.